അഴുക്ക് പിടിച്ച് ചെളിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് തുടയ്ക്കുക. ആളോട് പറഞ്ഞിട്ട് പണി എനിക്കെന്നെ കിട്ടി. സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യോ. ഇത് കഴിഞ്ഞ ടാസ്ക് മതി, എനിക്ക് മതിയായി. എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടാൻ കാത്തിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. എന്തിനാ ഞാൻ ഇന്ന് രാവിലെ ഒക്കെ എനിക്കിങ്ങനെ കുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുന്നതല്ലേ? തമ്മിലാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ചെയ്യാൻ പോകുന്നത് സീനിയേഴ്സ് ചേച്ചിയാണ്. അപ്പൊ ഇന്നലെ രാത്രി തൊട്ടേ ചേച്ചി എനിക്ക് ചാലഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 12 മണിക്കൊക്കെ വിളിച്ചിട്ടായിരുന്നു. 12-12:30 ആയിരുന്നു രാത്രി. അപ്പോഴാണ് ഇന്നലെ രാവിലെ 6:30, എൻ്റെ കണ്ണു പോലും ഇപ്പോൾ തുറക്കുന്നില്ല, രാവിലെ 6:30 എനിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ 6:30 എനിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ 6:30 എനിക്കില്ല. എനിക്കത് ഇപ്പോൾ ഓൾമോസ്റ്റ് 7:45 എണീറ്റപ്പോൾ 8 മണിയാവാറായി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചാലഞ്ച് തന്നെ ഞാൻ ഫെയിലായിട്ടിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിപ്പോയി. അത് 7:45, എൻ്റെ കണ്ണ് പോലും പൊന്നുന്നില്ല. അപ്പോൾ ചേച്ചി എന്തൊക്കെ ചാലഞ്ചാണ് ഇന്നലെ രാത്രി എനിക്ക് തന്നേ എന്നറിയാൻ നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് വരും. അതിനു മുന്നേ Hey buddies, welcome to my channel. Let's capture life together. നാളെ രാവിലെ ഒരു 6 മണി 6:30. ഓക്കെ, ഫിക്സ്. ഇനി അതിൽ മാറ്റില്ല കേട്ടാ. എഴുന്നേൽക്ക, നേരെ പോയി കുളിക്കുക, വിളക്ക് വെക്കുക, നേരെ കിച്ചണിൽ പോവുക. എൻ്റെ സ്പെഷ്യൽ ദോശ എൻ്റെ ചാനലില് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, അതിലത്തെ സ്പെഷ്യൽ ദോശ ഉണ്ടാക്കുക, നല്ല സ്ട്രോങ് കോഫി ഉണ്ടാക്കുക. സ്ട്രോങ് കോഫി പാലൊഴിച്ച് തന്നെ വേണം? വേണം, പിന്നെ പാലില്ലെങ്കിൽ രാവിലെ പോയി വാങ്ങിയാൽ മതി. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് അജിയുടെ വണ്ടി കഴുകാം, ബൈക്ക്. വീട് ഫുൾ ക്ലീൻ ചെയ്യണം കേട്ടോ ഫസ്റ്റ്. ഈ മഴയത്ത് പോയിട്ട് കഴുകേണ്ട, തുടച്ചാൽ മതി. മഴയില്ലാത്ത ടൈം പോയിട്ട് അഴുക്ക് പിടിച്ച് ചെളിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് തുടയ്ക്കുക. ഉച്ചക്ക് എല്ലാരും എന്റെ ചാനലിൽ നോക്കി ഉണ്ടാക്കണം. മോരുകറി, ചിക്കൻ ഫ്രൈ, എന്തായാലും പപ്പടം, ഏതെങ്കിലും ഒരു ഉപ്പേരി. അത് മീനുന്റെ ചോയ്സ്. ഇടയിൽ ഞാൻ വിളിക്കുന്നുണ്ട്, കാരണം ഞാൻ 1 മണി വരെ ഞാൻ എന്തായാലും ഉറങ്ങും. ഓക്കെ, അപ്പൊ അതുവരെ വലിയ ശല്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുക എവിടെ വരെ എത്തിനൊക്കെ അറിയാം. ഇടയില് എനിക്ക് എന്താ തോന്നുന്നത്, കാരണം ഉച്ചക്ക് ഫുഡിന് ആവണ്ട, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേ. ഞാനൊന്ന് കിടന്നുറങ്ങാൻ, എന്റെ ലീവിന്റെ ദിവസം കിടന്നുറങ്ങാ. ചലഞ്ചായി വന്നില്ല, ഉറങ്ങാൻ വെച്ചിട്ട് ഞാൻ ചേച്ചിയോട് ചലഞ്ച് പറഞ്ഞേന്. നാളെ ഫുള്ള് പണിയാ. മിനി ഇരിക്കുമ്പോ അപ്പന്നെ വിളിച്ചോട്ടെ പണിയില്ലെങ്കിൽ. അപ്പൊ ഉച്ചക്ക് 1 മണിക്ക്, അവിടുത്തെ 1 മണിക്ക് എന്റെ കോള് വരുമ്പോ ഇതൊക്കെ കഴിഞ്ഞിരിക്കണം. ശരി, 12:57 1 മണിയാ പറയും. അപ്പോൾ ചേച്ചി പറഞ്ഞ ചാലഞ്ചൊക്കെ നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത പണി ഇവിടെ വൃത്തിയാക്കണം എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് നല്ല ചുരിദാറൊക്കെ ഇട്ട് നല്ല നാടൻ വേഷത്തിലൊക്കെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി സാരില്ലാത്ത സാരി ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഒന്നുമില്ല. അപ്പോൾ വീട് വൃത്തിയാക്കേണ്ട കാര്യം എപ്പോഴും ചെയ്യാം, അതായത് ഈ 1 മണിയുടെ ഉള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ വീട് വൃത്തിയാക്കേണ്ടത് ഞാൻ ചോദിച്ചു, ബാത്റൂമും അതിൽ പെടും എന്ന് ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബാത്റൂമും പെടും, വീട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ബാത്റൂം പെടും എന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുളിക്കുന്ന കൂട്ടത്തിൽ ബാത്റൂം കഴുകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കത് ചെയ്യാം, കമോൺ. അപ്പോൾ ഞാൻ ബാത്റൂം കഴുകാൻ പോവാണ്. അപ്പോൾ ബാത്റൂം കഴുകി കുളിച്ചിട്ട് വേല എന്തായാലും 1-1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. നടക്കുന്നു.
എങ്ങനെയുണ്ട്? ഡൺ ഡൺ. റെക്കോർഡ് ബട്ടൺ ഓൺ ആയിരുന്നു. ഇപ്പൊ നോക്കിയപ്പോൾ റെക്കോർഡ് ബട്ടൺ ഓൺ ആയിരുന്നില്ല. സമയം ഇപ്പോൾ 11 മണിയാവാറായി. 10 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഓ, എൻ്റെ ചാനൽ ഞാൻ തന്നെ കൊളാക്കി. ബാത്റൂം കഴുകാൻ തന്നെ കുറച്ച് സമയം എടുത്തു. ഓ, സാരില്ല. ഇതേ ദോശ ചേച്ചി പറഞ്ഞ പോലെ വേഗം വേഗം ദോശ ഉണ്ടാക്കാം. 1 മണിയാകുമ്പോൾ എന്നെ വിളിക്കും. അതിന് മുമ്പ് ഇവിടെ ഫുഡും ഒക്കെ വെച്ചിരിക്കണം, ഭക്ഷണവും കഴിച്ചിരിക്കണം. ചേച്ചി പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാൻ. അതായത് ചേച്ചിയുടെ സ്പെഷ്യൽ ദോശ, അതായത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചാനലിലെ സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. വീഡിയോ കണ്ടു. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സവാള, തക്കാളി, ചില്ലി പൗഡർ. അപ്പോൾ മിക്സി ഇവിടെ ഇല്ല. മിക്സി ഇല്ലാത്തതുകൊണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇത് മിക്സിയിൽ അടിക്കാനില്ലടാ, നമ്മളെ ചോപ്പറിൽ വലിച്ച് ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ, ചോപ്പർ വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മിക്സി ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അത് വഴട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ വഴറ്റിയിട്ട് അതിൽ ചില്ലി പൗഡർ എല്ലാം ഇടുന്നു. ചില്ലി പൗഡർ, കുരുമുളക് പൗഡർ, ടർമറിക് അതൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ നല്ലോണം വഴറ്റിയതിന് ശേഷം ഗരം മസാല ദോശ പരത്തിയിട്ട് അതിന് നോക്കി മിക്സർ ഇടും. അപ്പോൾ ഇതാണ് ബേസിക്കലി. പിന്നെ വേഗം വേഗം ചടപടയെന്ന് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എനിക്ക് കഴിക്കാൻ നേരം കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. ആഹാ, ഉഗ്ര, സൂപ്പർ. ഇനി ഉച്ചത്തെ ഫുഡ് പുറപ്പെടാമെന്ന് ഉണ്ടാക്കട്ടെ. വെച്ചോണ്ടിച്ചു ഇത് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചിക്കൻ്റെ അവിടെ ഇതാക്കാൻ വെച്ചിട്ടുണ്ട്, വെള്ളാക്കി വെച്ചിട്ടുണ്ട്. ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 12 മണി. ബൈക്ക് കഴുകിയിട്ടില്ല, അതല്ല പറഞ്ഞേ. ഈ പാത്രം കഴുകിട്ടത് ഏകദേശം സമയം. പിന്നെ വേഗം വേഗം ദോശന്റെ പിന്നെ ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ അതിലൊരു ചായ. രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? ചൂടാക്കിയില്ല, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? എന്നിട്ട് വാങ്ങിച്ചോ? അയ്യോ, ഈ പണി തീരട്ടെ. ഇപ്പഴാ ഇത് തീരട്ടെ. കൊടുക്കുന്നവിടെ ഒരാള് എന്തൊട്ടാ 5 ഡ്രസ് മാറിയിട്ടിട്ട് ഒരു ഫാഷൻ ഷോ. 5 ഡ്രസ് മാറിയിട്ട് ഫാഷൻ ഷോ. എന്റെ തന്നെ പുറത്തിടുന്ന ഡ്രസ്സൊക്കെ വെച്ചിട്ട്. ആ അതെ, നല്ല ഭംഗിയുള്ളത്. പക്ഷെ 5 എണ്ണത്തിൽ നല്ല ഭംഗിയില് ഡിഫറെന്റ് ലുക്കിലായിരിക്കണം. ഓക്കെ, സ്റ്റൈൽ ചെയ്യണം മൊത്തത്തിൽ. സ്റ്റൈൽ ചെയ്യണം. ഓരോന്ന് നടന്നാണെങ്കിൽ ഒരു നല്ല ഫാഷൻ അങ്ങനത്തെ ഒക്കെ എപ്പോഴൊക്കെ കഴിഞ്ഞിട്ട് അത് ചെയ്യാം. ആ, ഓക്കെ. അത് ഞാൻ ഈ പണിയൊന്നും തീർക്കണം. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിട്ട് വന്ന പൂതാ. എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടാൻ അയ്യോ, ഞാൻ മനസ്സിലായിരിക്കും ഈ മുടി കെട്ടാൻ തന്നെ പെട്ട പാട്. മീനു പണി കഴിയുമ്പോ എന്നെ വിളിച്ചോളോട്ടാ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. ശരി, ബൈ. എൻജോയ് ചെയ്ത് സന്തോഷം സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യോ. എന്റെ ഐഡിയ പോയില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ശരി, ഭയങ്കര സ്പീഡ് ചെയ്യാം. ശരി, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. വേണമെന്നില്ല. ഫാഷൻ ഷോ ആയിട്ട് ഞാൻ ഇറങ്ങണം. പിന്നെ ബൈക്കും കഴുകാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഫാഷൻ ഷോ ചെയ്യണം. വീട് വൃത്തിയാക്കിയിട്ടില്ല, അതോ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ക്യാരറ്റും ക്യാബേജും കൂടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം സമയത്തിന് 1:10. ഇനി ഇതിലേക്ക് സവാള, ചെറിയുള്ളി ഇടണ്ട, പക്ഷെ ചെറിയുള്ളി എല്ലാവരും സവാളയും നാളികേരമില്ല, നാളികേരം സ്കിപ്പ് ചെയ്യാൻ പോവുക. പിന്നെ മുളകും പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ പാനിലേക്ക് എണ്ണയും കടുകും ഒഴിച്ച് പിന്നെ വറ്റൽമുളകും പൊട്ടിച്ചിട്ട് പിന്നെ ഈ മിക്സർ ഇട്ടിട്ട് നല്ലോണം ഇതാക്കിയിട്ട് പൊത്തി വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോഴേക്കും
അതെ ഇതാണ് ഞാൻ പറഞ്ഞ കോക്കനട്ട് മിൽക്ക്. ഇതും തൈരും കൂടി ഇട്ടിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലിട്ടിട്ടൊന്ന് അടിച്ചു നോക്കാം. മിക്സി ഇല്ലാത്തതുകൊണ്ട് അത് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് വെന്തുണ്ട്, ഓൾമോസ്റ്റ് ഇത് വെന്ത് വരുന്നുണ്ട്. വെന്ത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. എനിക്കത് ഒഴിക്കാം, കാച്ചാം. അത് കഴിഞ്ഞു ഉത്തമം. എനിക്ക് വൈകിട്ട് രാത്രി എന്തെങ്കിലും ഉണ്ടെന്ന് എന്ത് കഴിയണം? വൃത്തിയാക്കിയിട്ട് കോൾഡ് കോഫി, പിന്നെ ഫാഷൻ ഷോ. ശരി. ആരിടണോ? ഞാനിടണോ? അയ്യോ ഫുഡ് ഉണ്ടാക്കൂല. അപ്പൊ ശരി, ബൈ ബൈ. എന്തിനാ ശരി, ബൈ 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 ബൈ. അങ്ങനെ വൃത്തിയാക്കണം. ഇനി നമുക്ക് ഫാഷൻ ഷോ ചെയ്യാം. അത് നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. 5 ഡിഫറെൻറ്റ് സ്റ്റൈലിലാന്ന് പറഞ്ഞാൽ ഇത് വെച്ച് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഇതും ഈ പാൻറ്റും വെച്ചിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഇൻഡോ വെസ്റ്റേൺ ഇതൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഇതും ഈ ഒരു ജീൻസും എത്നിക്കും കാഷ്വൽസും പോലത്തെ ഒരു സെറ്റ് ചെയ്യാം. ഒരു നാടൻ വേഷം വേണ്ടേ? ഇത് ഞാൻ തീരെ പാരപ്പ് ചെയ്ത് നോക്കിയിട്ടില്ല. സ്യൂട്ടാവുമെന്ന് അറിയില്ല, ഒക്കെ പ്ലെയിൻ ആവുമെന്ന് അറിയില്ല. നമുക്കെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്യാം. ഇതൊരു ഡ്രസ് ടൈപ്പ്, ഇത് സ്റ്റൈൽ ചെയ്യാം. ഇതും നോക്കാം. ഇത് കോഴ്സെറ്റും പാരപ്പ് ചെയ്യാം. ചെയ്താലോ? 1 2 3 4. ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം കോൾഡ് കോഫി ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്ത് ചേച്ചി വിളിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതൊന്നും റെക്കോർഡായില്ല. ഇത് ഫ്രോസൺ മേടിച്ചു, ഇതൊക്കെ ഞാൻ പൊട്ടിച്ചൊക്കെ കാണിച്ചതാ, പക്ഷെ ഒന്നും റെക്കോർഡായില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം, കോൾഡ് കോഫി ഉണ്ടാക്കാം. കോൾഡ് കോഫി ഇന്നത്തെ സ്പെഷ്യലിൽ കോൾഡ് കോഫി തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാണ് കോൾഡ് കോഫി, അത് ട്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ ചേച്ചി അപ്പുറത്തുണ്ട്. ചേച്ചി വീണ്ടും ചാലഞ്ച് തരാൻ വേണ്ടി വന്നു. നോക്കട്ടെ. എന്നെ കൊണ്ട് എസ് പറയിപ്പിക്കണം. അപ്പൊ മോരും ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പൊ ഞാൻ പരിപ്പ്. പിന്നെ എന്റെ ചെമ്മീൻ ഫ്രൈയിലൊക്കെ നന്നായിട്ട് വേപ്പിലിടണം.
അപ്പൊ വേപ്പിലില്ലെങ്കിൽ ഞാൻ ഷോപ്പിൽ പോയിട്ട് അതൊക്കെ വാങ്ങി വരണുണ്ടാ. സ്വന്തമായിട്ട് തന്നെ ചെയ്യണം ഇതൊക്കെ. വേപ്പിലല്ല, വേപ്പില ഇവിടെ മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ മോളില് കടയിലൊന്നും വേപ്പിലിട്ടതില്ലേ? അല്ല, വേപ്പില ഇവിടെ മേടിക്കാൻ കിട്ടുമോ? ആ കിട്ടും കിട്ടും. ഗ്രോസറിയിൽ കിട്ടും. മണം ഉണ്ടാവും. ആ മണം കേട്ടിട്ട് അജ്ഞ ഓടി വരണം കഴിക്കാൻ ഫുഡ്. നൈറ്റിലെ ഫുഡല്ല കോൾഡ് കോഫി. അപ്പൊ ചോറും പരിപ്പും. ഇത് കഴിഞ്ഞ ടാസ്ക് മതി, മതിയായി, നിർത്തി പോവോ? ഇനി 24 hours അല്ലേ? ആ കഴിഞ്ഞു. ഈ ഇന്ന് രാത്രി തുടക്കണം കഴിഞ്ഞു. ഇന്നലെ നൈറ്റ് 12 മണിക്ക് തൊട്ട് തരാൻ തുടങ്ങിയത്. ഞാൻ മീൻ ഉറങ്ങാൻ കടിക്കണ വരെ ഞാൻ പറയുന്നത് കേൾക്കാം. 12 മണി വരെ. 12 മണി വരെ. ഓക്കെ. അമ്മ വെക്ക കുട്ടീനെ ഡിസ്റ്റർബ് ശരി, ബൈ ബൈ. ബൈ ബൈ. ശരി, ഫുഡിന്റെ ഒക്കെ ഒരു ഫോട്ടോ അയക്കാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം കഴിക്കും. അതുകൊണ്ട് അയക്കത്തു. ശരി, ബൈ ബൈ. പരിപ്പ് കുത്തി കാച്ചി വെക്കട്ടെ. എന്നിട്ട് ചെമ്മീൻ നല്ല എരിവൂല് നല്ല പൊരിഞ്ഞ് ഫ്രൈ ചെയ്ത ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടോട്ടാ. ചെറിയ ഉള്ളി അതും ഇല്ല, അതും മേടിക്കാൻ പോണം. ചെറിയ ഉള്ളി മേലെ എന്നാലും ആ ചോറിക്കാൻ നല്ല രസി വരുള്ളൂ. ഞാൻ നോക്കും എന്റെ യൂട്യൂബിൽ കണ്ട പോലെ ഞാൻ, അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യും. ഈ കുട്ടി ഞാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. ഇത് സംഭവിച്ചാണ്. ശരി, ബൈ ബൈ. ഇനിയിപ്പോ മേടിക്കാൻ പോണ്ടേ. ശരി, ബൈ ബൈ. ഓക്കെ ബൈ. ബൈ. കേട്ടല്ലോ, പണി എക്സ്ട്രാ. പരിപ്പ് കുത്തി കാച്ചി, ചോൾ, ചെമ്മീൻ, അതിന് ഉള്ളി. എന്തായാലും ഇപ്പൊ കോൾഡ് കോഫി ഉണ്ടാക്കി വെക്കട്ടെ. നമുക്ക് പാല് ചോപ്പറിലിട്ടിട്ട് വിസ്ക് ചെയ്യാം. മിക്സിയിലല്ലോ, പാലും പഞ്ചസാര ഇട്ടിട്ട്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കോഫി ഇട്ടിട്ട്. ചേച്ചി ഇത് ഫ്രിഡ്ജ് വെക്കാനാണ് പറഞ്ഞത്, അല്ല അതിൽ കാണിക്കുന്നത്. അയ്യോ, ദേ പോകുന്നുണ്ട്. അയ്യോ, അടിപൊളി. അതിൽ ബീറ്റ് ചെയ്തിട്ട് ഇത് നിറച്ചു പോയി. ഇപ്പൊ ഇത് വൃത്തിയാക്കണല്ലോ. അടുത്ത പണി പരിപ്പ് കുത്തിക്കാച്ചി. ഞാൻ തന്നെ കഴിച്ചു വെച്ച പണി. അപ്പൊ ഞാൻ ചെമ്മീൻ നന്നാക്കാൻ പോവാണ്. പരിപ്പും വെക്കാൻ പോവാണ്. പരിപ്പിലൊരു ക്യാരറ്റ് ഇടുന്നുണ്ട്. പൾപ്പ്, ചോൾ, പിന്നെന്താ ചെമ്മീനാക്കി വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ മേടിക്കാനുണ്ട്. താഴെ പോയിട്ട് സാധനങ്ങൾ മേടിക്കും. പരിപ്പ് കുത്തിക്കാച്ചി റെഡി ആവാൻ പോണ്. ഞാൻ കാച്ചാൻ പോവാണ്. ചോറ് ഇവിടെ വയ്ക്കാൻ പോവാണ്. ലാസ്റ്റ് ഒരു ചലഞ്ചും കൂടി ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണ്ട. പാവം കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. മീനുവിനോട് പറഞ്ഞ് ഞാൻ ചലഞ്ചാണ് ഇത് പരിപ്പ് കറി വയ്ക്കാൻ. പറഞ്ഞ് കൊതി എൻ്റെ വായിൽ വന്നപ്പോൾ ഇതേ പരിപ്പ് കറിയും വെച്ചു, ചോറും വെച്ചു, ചെമ്മീനും ആക്കുന്നുണ്ട്. ആളോട് പറഞ്ഞിട്ട് പണി എനിക്ക് തന്നെ കിട്ടി കൊതിയായിട്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ചലഞ്ച് നമുക്ക് പറയാൻ വേണ്ടി വിളിക്കട്ടെ. ലാസ്റ്റ് ചലഞ്ച് എന്താണെന്നറിയോ? ഓക്കെ, പറയുമ്പോൾ കേട്ടോട്ടാ. ഇവിടെ 8:30 ആണ്. അപ്പോൾ അവിടെ 9:30, 10 ആയി. ഓക്കെ, അവിടെ എന്തായി നോക്കാം നമുക്ക്. വിളിക്ക്, മീനുവിനെ വിളിക്ക്. അതെ, അടുത്ത പണിയാണ്. എൻ്റെ ഒരു സന്തോഷമുള്ള ഭർത്താവ് ഭാര്യയ്ക്ക് പണി കിട്ടുമ്പോൾ. അപ്പൊ ലാസ്റ്റ് ഇട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാളും ബൈക്കിലാണ് നടന്നിട്ടാ പുറത്ത് പോയിട്ട് ഒരു ഷോപ്പിൽ നല്ല ഇഷ്ടമുള്ള ഐസ്ക്രീം, കോണൈസ് തന്നെ വേണം കേട്ടോ. കോണൈസ് തന്നെ വേണം. കോണൈസ് തന്നെ വേണം. അതൊക്കെ വാങ്ങി റോട്ടി വന്നിട്ട് നല്ല ടാറിട്ട റോഡ് തന്നെ ആയിരിക്കണം. ടാറിട്ട റോഡോ? ടാറിട്ട റോഡിൽ പോയിട്ട് ഡാൻസ് കളിക്കാം. ഓക്കെ, നല്ല അടിപൊളി ഡാൻസ്. ഇവിടെ ആളൊഴിഞ്ഞ റോഡുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഡാൻസ് കളിക്കാം. ഒരു ഇങ്ങനെ മറ്റേ പാട്ടാണോ? മേഘം കറുക്കാത പെണ്ണെ പെണ്ണ് ഭാഷ. അത് തന്നെ റീലായി ഇടാൻ പറ്റുന്ന അത്ര സൂപ്പർ ആയിരിക്കണം. അതൊരു റീലാക്കി ഇടണം.
ആ അതെ. ആ ശരി ശരി. അല്ല മറ്റേത് കഴുകിയില്ല, ഈ ബൈക്ക് കഴുകിയിട്ടില്ല. ബൈക്ക് കഴുകണം, അത് കഴുകിട്ട് പോയാൽ മതി. ഫുഡ് കഴിച്ച് ബൈക്ക് കഴുകി ആ നല്ല ഭംഗിയായിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രണ്ടാളും ഡാൻസ് പിടിക്കാൻ പറ്റിയ പോലെ ഈ ഐസ്ക്രീം ഒക്കെ പിടിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കും. അപ്പൊ എല്ലാ ഡാൻസും കഴിഞ്ഞ് തന്നെ വിളിക്കട്ടാ. ഓക്കെ, അപ്പൊ ബൈ ബൈ. കുട്ടി എല്ലാ ചലഞ്ചിങ് കഴിഞ്ഞ് വിളിക്കുന്നതായിരിക്കും. ഓക്കെ ബൈ. പഴയപ്പോ കഴിച്ച് കഴിച്ച് ചോൾ ക്ഷമിയും. ജീവിതായനം നിലവാനിൽ തെളിവായി മാറും ഈ വചനം ചിന്തിതമുടലിൽ വന്നിടും സത്യമായി. അങ്ങനെ ഞാൻ കഴിക്കുകയാണ് സുഹൃത്തുക്കളെ, കഴിക്കുകയാണ്. കുറച്ച് ചെമ്മീനുണ്ട്. ഒഴിച്ചോ, കുറേശ്ശെ ഒഴിച്ചോ. ഞാൻ കഴുകിയിരിക്കുന്നു, കണ്ടില്ലേ? വാട്ടപ്പേപ്പട്ടി. അങ്ങനെ എൻ്റെ ചാലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഒരു പണിയാണോ എന്ന് ചോദിച്ചാൽ എല്ലാം വീട്ടുപണികൾ തന്നെയാണ്. ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ എൻ്റെ ചാലഞ്ച് ഒരു ഇൻഡക്ഷൻ വെച്ചിട്ട് ഇത്ര അധികം ഫുഡ് ഉണ്ടാക്കുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക, അത് ചെയ്യുക. പിന്നെ ഇത്രയും ഫുഡൊക്കെ ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അധികം ടാസ്ക്. 2 കറി മാക്സിമം പോയാൽ 2 കറി, അതിൽ കൂടുതലൊന്നും ഞാൻ വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ബൈക്ക് കഴുകിയത്, അപ്പോൾ അതും എനിക്കൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ ഐസ്ക്രീം കഴിച്ചിട്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല. റോട്ടിൽ കൂടെ ഭാഗ്യത്തിന് ആരില്ലാത്തതുകൊണ്ട് നന്നായി. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് 11:58 ഏകദേശം. ഇന്നലെ ഒരു 12 മണിക്കാണ് എനിക്ക് ടാസ്ക് തന്നത്. അപ്പം ചേച്ചിനെ വിളിച്ചിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഹലോ, ടാസ്ക് കംപ്ലീറ്റഡ്. 12 മണിയാവാൻ 2 മിനിറ്റ്, 1 മിനിറ്റ്. ഫുഡ് കഴിച്ചു, ചെമ്മീനും കറിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ പുറത്ത് പോയി ഐസ്ക്രീം മേടിച്ചു. എന്നിട്ട് ഐസ്ക്രീം കഴിച്ചോണ്ട് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കഴുകാൻ പോയി. ബൈക്ക് കഴുകി. താങ്ക് യു. അപ്പോൾ ചാലഞ്ച് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, വീണ്ടും വരാം. അതെ, 2 ദിവസം കൂടി കഴിഞ്ഞ മീനു വീണ്ടും തന്നു. ചേച്ചിയുടെ ആ ചലഞ്ച് നന്നായിരുന്നു, വീണ്ടും ഞാൻ ചെയ്താലോ? അതെ. മീനു ഞാൻ റെഡി, നീ വിഷമിക്കണ്ട. എന്തിന് ഇനി ഇനി ചേച്ചി എസ് പറയണം. 5000 വ്യൂസ് എത്തിക്കഴിഞ്ഞാൽ ചേച്ചി 5000 വ്യൂസിലെ ഓക്കെ ഞാൻ പറയും. ഓക്കെ, ചേച്ചി എസ് പറയും, ഞാൻ ടാസ്ക് പറയും. ഓക്കെ, ഡൺ. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്താലോ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ വിളിക്കും. ബൈ ബൈ. ശരി, ബൈ.